ഗുജറാത്തിൽ പാലങ്ങൾ വീണ്ടും വീണ്ടും തകർന്നു വീഴുകയാണ്. തുടർച്ചയായി പാലങ്ങൾ തകർന്നു വീണിട്ടും എന്താണ് നടപടി ഉണ്ടാകാത്തത് എന്ന ജനങ്ങളുടെ ചോദ്യം സംസ്ഥാനത്തെ BJP സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ഇന്നലെ തകർന്ന ഗംഭീര പാലം അപകടാവസ്ഥയിലാണെന്ന് പ്രാദേശിക ജനപ്രതിനിധികൾ പലതവണ അധികൃതരെ അറിയിച്ചു എന്നാണ് വിവരം. എന്നിട്ടും പാലം അടച്ചിടാനോ ഗതാഗതം നിയന്ത്രിക്കാനോ സർക്കാരും അധികൃതരും ചെറുവിരൽ അനക്കിയില്ല. ഈ പൊറുക്കാനാകാത്ത അനാസ്ഥയ്ക്ക് കൊടുക്കേണ്ടി വന്നത് 16 മനുഷ്യജീവനാണ്. 16 മനുഷ്യജീവൻ. 2022 ഒക്ടോബറിൽ ഗുജറാത്തിൽ തന്നെ മോർബി തൂക്കുപാലം തകർന്ന് 140 പേർ മരിച്ചതിന് ശേഷമുണ്ടാകുന്ന വലിയ അപകടമാണ് ഇന്നലെ ഉണ്ടായ ഗംഭീര പാലം ദുരന്തം. RDX റാപ്പിലേക്ക്. ഗുജറാത്തിലെ വഡോദരയിലെ ഗംഭീര പാലം തകർന്നുണ്ടായ ദുരന്തം അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്നാണ് വെളിവാകുന്നത്. പാലം അപകടത്തിലാണെന്ന് 3 വർഷം മുൻപ് തന്നെ അധികൃതർ അറിഞ്ഞിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. വഡോദര ഡിവിഷൻ റോഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിന് ജില്ലാ പഞ്ചായത്ത് അംഗം അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2022 ഓഗസ്റ്റിൽ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കണമെന്നും പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വീണ്ടും ആവശ്യപ്പെട്ടു. പുതിയ പാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും പഴയ പാലം അടച്ചില്ല. ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ പോലും പാലത്തിൽ കുലുക്കം അനുഭവപ്പെട്ടിരുന്നു. അപ്പോഴും വലിയ വാഹനങ്ങൾക്കടക്കം പോകാൻ അനുമതി നൽകി. അതിനിടയിലാണ് ഇന്നലെ അപകടമുണ്ടായത്. സർക്കാർ അനാസ്ഥ കാരണം വിളിച്ചു വരുത്തിയ അപകടം. മധ്യ ഗുജറാത്തിനെ സൗരാഷ്ട്രയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത്. 40 വർഷം പഴക്കമുള്ള പാലത്തിന്റെ സ്ലാബ് തകർന്ന് പുഴയിൽ പതിക്കുകയായിരുന്നു. നദിയിൽ വീണ 5 വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റു വിവരങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. പാലം തകർച്ചയുടെ ഗുജറാത്ത് മോഡൽ ഇങ്ങനെയാണ്. 2022 ഒക്ടോബർ 30 മച്ചു നദിക്ക് മുകളിലെ മോർബി തൂക്കുപാലം തകർന്ന് മരിച്ചത് 140 പേരാണ്. 140 പേർ. ബ്രിട്ടീഷ് കാലത്തെ പാലമായിരുന്നു. തകർന്നത് അറ്റകുറ്റപ്പണിക്ക് ശേഷം തുറന്നു നൽകിയ ഉടനെയാണ് അത് തകർന്നതെന്ന് നമ്മൾ കാണുന്നു. കേബിളുകൾ തുരുമ്പിച്ചതായും ഫിറ്റ്നസ് ക്ലിയറൻസ് ഇല്ല എന്നും ഈ സംഭവത്തിന് അപകടത്തിന് ശേഷം വ്യക്തമായി. മോർബിയിലെ ഹൽവാദ് പാലം നിർമ്മിച്ച 1 വർഷത്തിന് ശേഷം 2024 ഓഗസ്റ്റ് 26 തകർന്നത് മറ്റൊരു പാലം തകർച്ച സംഭവമാണ്. അഹമ്മദാബാദിലെ ഹഡ്കേശ്വറിൽ 100 വർഷം നിലനിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പാലം തകർന്നു വീണതും ഗുജറാത്തിൽ തന്നെയാണ്. 2017 40 കോടി മുടക്കി നിർമ്മിച്ച ഹഡ്കേശ്വർ പാലം അപകടാവസ്ഥയിലായത് 4 വർഷം കൊണ്ടാണ്. 4 വർഷത്തിനകം. അഹമ്മദാബാദിലെ മുംതാപുര പാലത്തിന്റെ ഒരു ഭാഗം 2021 ഇടിഞ്ഞു വീണു എന്ന് നമ്മൾ അറിയുന്നു. സൂറത്തിലെ സരോളിയിൽ മെട്രോ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനിടെ തകർന്നു വീണത് വലിയ വാർത്തയായിരുന്നു ആ കാലത്ത്. മെഹ്സാന വിസ്തഗർ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന അംബേദ്കർ പാലം 2024 ഫെബ്രുവരി 14 തകർന്ന് മുങ്ങിപ്പോവുകയായിരുന്നു. സുരേന്ദ്രനഗർ ജില്ലയിലെ ഹബിയാസറിൽ 5 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം തകർന്നത് ഗുജറാത്തിലുള്ള വാർത്തയായിരുന്നു. 2023 ഒക്ടോബർ 23 പാലൻപൂരിൽ നിർമ്മാണം നടക്കുന്ന പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു എന്ന വാർത്തയും ഗുജറാത്തിൽ നിന്നുണ്ട്. ഖേദയിലെ പാലം 2023 ഒക്ടോബർ 4 തകർന്നു. വൻ ദുരന്തം തലനാരിഴക്കാണ് ആ ദിവസം ഒഴിവായത്. ഉബൈൻ നദിക്ക് കുറുകെയുള്ള ജുനഗഡിലെ 45 വർഷം പഴക്കമുള്ള ധൻദൂസർ പാലം തകർന്നതായും വാർത്തകളിലുണ്ട്. 2022 ജനുവരി 25 മദാപ്പർ ചൗക്കിലെ നിർമ്മാണത്തിലിരുന്ന ഒരു പാലം തകർന്നതും വലിയ വാർത്തയായിരുന്നു ആ കാലത്ത്. 2020 പട്ലിയ നദിക്ക് കുറുകെ നിർമ്മിച്ച ജനതാ പാലം 2023 മഴയിൽ തകർന്നു വീണു. ഖാരി നദിക്ക് കുറുകെയുള്ള പാലം നിർമ്മിച്ച് 6 വർഷത്തിനകം 2020 തകർന്നതും വാർത്തയായിരുന്നു. ഇത് വേറെയും വാർത്തകളുണ്ട്, ചെറിയ ചെറിയ പാലങ്ങളുടെയും മറ്റുമൊക്കെ ആയിട്ട്. ഇതിലേറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം ഹർഷൻ, അതായത് ഈ ഇപ്പോൾ തകർന്നിരിക്കുന്ന ഗംഭീര പാലം അതിൻ്റെ 3 വർഷം മുമ്പെങ്കിലും അവിടെ നിന്ന് നാട്ടുകാർ പലപ്പോഴായിട്ട് പരാതിപ്പെട്ടിരുന്നു. എന്നിട്ടാണ് ഈ തകർന്നു വീണത്. 10-16 ജീവൻ അങ്ങനെ അങ്ങ് പോയത് എന്നാണ്. വലിയ അനാസ്ഥ. മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ഇത് അതായത് സുരേഷ്, ഇത് ഈ വാർത്ത വന്നതിന് ശേഷം തൊട്ട് പിന്നാലെ അതൊരു വല്ലാതെ പേടിപ്പെടുത്തുന്ന ദൃശ്യമായിരുന്നു. ഈ പാലം, ഗംഭീര പാലത്തിൻ്റെ തകർച്ച നമ്മൾ കാണുമ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചില സിനിമ, ഏതോ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന മട്ടിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ തകർന്നു വീണ പാലത്തിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന വലിയൊരു ടാങ്കർ ലോറി, ആ ടാങ്കർ ലോറിയിൽ യാത്ര ചെയ്തിരുന്നവർ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് സത്യത്തിൽ ആദ്യം നമ്മളത് കാണുമ്പോൾ തോന്നുന്നത്. പിന്നീട് അവിടെ താഴെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ലോറികൾ, അതിലൊക്കെ യാത്ര ചെയ്തവർ നേരെ ഇങ്ങനെ യാത്ര ചെയ്തു. വളരെ ഉയരത്തിൽ, അതായത് അത്രയും ഉയരത്തിൽ നിന്ന് നേരെ മരണത്തിലേക്ക് പോയവരാണല്ലോ. അപ്പോൾ ഈ വാർത്ത ഇങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. മുഴുവൻ മാധ്യമങ്ങളും കനത്ത മഴയെയാണ് കുഴപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. കനത്ത മഴയാണ് ഇതിന് കാരണം എന്ന്. ശരി, 2ാമത്തെ ദിവസം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്തൊക്കെയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് അനാസ്ഥ എന്ന റിപ്പോർട്ടുകൾ നമ്മൾ അന്വേഷിക്കുമല്ലോ.
അതിൽ പ്രത്യേകിച്ച് വലിയ അനാസ്ഥയൊന്നും ആർക്കും അതിനെക്കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുരന്തം. ഈ പാലം അപകടത്തേക്കാൾ വലിയ ദുരന്തമാണത്. അതായത് ഈ 40 വർഷം പഴക്കമുള്ള പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷം പഴക്കമുള്ള പാലം മുഴുവൻ തകരാനാണെങ്കിൽ കേരളത്തിലെ എത്ര പാലം തകരണം? അതെ, അത് യഥാസമയം ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഇവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്തില്ല എന്നത് തന്നെയാണ് ആ പാലത്തിൻ്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് ആ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര മഴയെ തുടർന്ന് തകർന്നു വീണതാണെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ മഴ കണ്ടിട്ടുണ്ടല്ലോ, പ്രളയം കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെ മുട്ടപ്പം വെള്ളത്തിൽ നിന്നിട്ടാണ് ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതായത് അത്രയും മഴയെ അവിടെ പെയ്തുള്ളൂ. ഈ മഴ പെയ്തു എന്ന് പറയുമ്പോൾ പെയ്ത മഴയുടെ ഒരു അളവ് ഏതാണ്ട് അത്രത്തോളമാണ്. പുഴയിൽ കാണാം. പക്ഷേ ഏത് ചെറിയ വാഹനവും കടന്നു പോകുമ്പോൾ പോലും ആടിക്കൊലുങ്ങുന്ന തരത്തിലായിരുന്നു ആ പാലത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അധികൃതരുടെ അങ്ങേയറ്റത്തെ വീഴ്ച. പൊതുമരാമത്ത് മന്ത്രിക്ക് മുമ്പേ കത്തയച്ചിട്ടുണ്ട്, ഗുജറാത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് മുമ്പേ കത്തയച്ചിട്ടുണ്ട്. ആ കത്താണ് ഇപ്പോൾ പുറത്തു വന്നത്. ആ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നടപടിയെടുക്കാൻ വൈകിയത്, അല്ലെങ്കിൽ അവിടുത്തെ വേറൊന്നും വേണ്ട, ആ പാലത്തിലൂടെയുള്ള ഗതാഗതം തടയാമായിരുന്നു. ഇനി ഒരു കാര്യം, ഈ ഗുജറാത്തിൽ ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. സനീഷ് ഇപ്പം വിശദമായി പറഞ്ഞല്ലോ, 10-ലേറെ പാലങ്ങൾ അവിടെ തകർന്നിട്ടുണ്ട്. ഒരു കണക്ക് കൂടിയുണ്ട് സനീഷേ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാലം തകർന്നിട്ടുള്ളത് ബീഹാറിലാണ്. ബീഹാറിൽ വളരെ കൃത്യമായി അതിൻ്റെ കാരണങ്ങൾ വിലയിരുത്തി വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? അതിൻ്റെ നിർമ്മാണത്തിലെ വലിയ പിഴവുണ്ട്. ഈ വളരെ ഈ പല ഇടനിലക്കാർ നിന്നുകൊണ്ട് ഈ പല കരാറ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഇത് വലിയ കുഴപ്പത്തിലാക്കുകയും ഈ പാലത്തിന് അനുവദിക്കുന്നതിൻ്റെ പകുതി തുക പോലും മുടക്കാതെ പാലം അവിടെ തീരുകയും ചെയ്യുമ്പോഴാണ് ഈ പാലങ്ങൾ തകരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പാലം തകർന്നിട്ടുള്ളത് ബീഹാറിലാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ പാലം തകർത്തിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഗുജറാത്താണ്. അവിടെ ഗംഭീരമായ ഒരു സംവിധാനമൊക്കെ നിലനിൽക്കുന്നു എന്നുള്ള പൊതുബോധം ഇന്ത്യ മുഴുവൻ പരത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് മോഡൽ. ഗുജറാത്ത് മോഡലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾ തകർന്ന രണ്ടാമത്തെ സംസ്ഥാനം അത് ഗുജറാത്താണ്. നമ്മളിപ്പോൾ ഇവിടെ കൂളിമാട് പാലം തകർന്നപ്പോൾ ഇവിടെ ഉണ്ടായ പുകലെന്താണെന്ന് അറിയാമല്ലോ. എന്തൊരു ചർച്ചയായിരുന്നു, എത്ര ദിവസം അത് ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിലൊരു പാലം തകരുമ്പോൾ. പക്ഷേ അത് ആ ചർച്ച, അതല്ലെങ്കിൽ ഇവിടെ ഹൈവേയിലൊരു തകർച്ച ഉണ്ടായപ്പോൾ കേരളം എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്, എങ്ങനെയാണത് ചർച്ച ചെയ്യപ്പെടുന്നത്? തീർച്ചയായും ഇപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഈ ചർച്ചയ്ക്ക് ഇത്രയും പോകണമെന്ന്. പക്ഷേ അങ്ങനെയുള്ള കൃത്യമായ ഒരു സ്ക്രൂട്ടനി നടക്കുകയും കൃത്യമായി സൂക്ഷ്മമായ പരിശോധന നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ പിന്നീട് അതിലൊരു ശ്രദ്ധയെങ്കിലും ഉണ്ടാവുമല്ലോ. ആ സംഗതി അവിടെ നടക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഈ പ്രശ്നത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം രണ്ടാം ദിവസം ഇതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ ഭീകരതയെക്കുറിച്ചോ ഇതിലെ അനാസ്ഥയെക്കുറിച്ചോ ഉള്ള ചർച്ചകൾ അവിടെ നിലച്ചു എന്നുള്ളിടത്താണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾ തകർന്ന രണ്ടാമത്തെ സംസ്ഥാനമായി, കഴിഞ്ഞ 5 വർഷത്തിലൂടെ പാലം തകർന്ന രണ്ടാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത് നിൽക്കുമ്പോഴും ആരും അത് ചർച്ച ചെയ്യാതിരിക്കുന്നു. നിശ്ചയമായിട്ടും അത്രയും എനിക്കും പറയാനുള്ളൂ. അതായത് കേരളം നമ്പർ 1 ആണ് എന്ന് പറയാനുള്ള മറ്റൊരു അവസരമായിട്ട് ഞാനിതിനെ ഉപയോഗിക്കും. ആളുകൾ പറയും നിങ്ങൾ വെറുതെ ഇത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. പക്ഷേ ഇത് കണ്ടു പഠിക്കണം. ഇവിടെ പാലാരിവട്ടം പാലത്തിന് പ്രശ്നം ഉണ്ടായപ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകൾ ഉണ്ടായല്ലോ. പക്ഷേ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നിട്ട് ആ പാലം പുതുക്കിയതിന് ശേഷം മാത്രമേ പിന്നെ അങ്ങോട്ടേക്ക് ആളെ കയറ്റി വിട്ടുള്ളൂ. ഓർമ്മയുണ്ടല്ലോ അത്? അതായത് ഏതായാലും ഇങ്ങനെ ചെയ്തു പോയി, ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വാഹനങ്ങളങ്ങ് പോകട്ടെ, ഒരു 3-4 കൊല്ലം ഓടിയതിന് ശേഷം നമുക്ക് നന്നാക്കാം എന്ന തീരുമാനമല്ല അവിടെ എടുത്തത്. പണിയെടുത്ത് ഇവിടെ കുഴപ്പമുണ്ട് എന്ന് കണ്ട ഉടനെ അത് യാത്ര നിർത്തിവെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ രാഷ്ട്രീയ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ആ പണി പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലൂടെയാണ് ഈ വൈറ്റിലയിൽ ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആളുകൾ ഈ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായുള്ള സ്ക്രൂട്ടിനി, പൊതുജനങ്ങളുടെ ചോദ്യം ചെയ്യൽ, മാധ്യമങ്ങളുടെ ചോദ്യം ചെയ്യൽ, രാഷ്ട്രീയമായുള്ള ഉത്തരവാദിത്തം ഭരണ സംവിധാനങ്ങൾ ഏറ്റെടുക്കൽ, വിമർശനം കേൾക്കുകയും ചെയ്യും, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഞാൻ പറയുന്നത് അവിടെ വിമർശിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുണ്ട്, പണിയെടുത്ത രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്, സർക്കാരുകളുണ്ട്. പക്ഷേ ഇതിനകത്തൂടെ കാര്യം നടക്കും. അത് വളരെ ജാഗ്രതയോടെയുള്ളൊരു പൊതുസമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ആ പൊതുസമൂഹമാണ് ഈ കേരളത്തെ നമ്പർ 1 ആക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കണം ആളുകളെ. നമ്പർ 1 എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞത് എന്നല്ല, കൂട്ടത്തിൽ നമ്പർ 1 എന്നാണ്. അവിടെയുള്ള സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് ചില കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. ആ നമ്പർ 1 നമ്മൾ കൊടുക്കണം. ആ നമ്പർ 1 പറയുന്നതിൻ്റെ കാര്യം അവരുടെ മേലൊരു ഉത്തരവാദിത്തം വെക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ വേണം കേട്ടോ പോകാൻ. അതായത് തകർന്നു വീഴുന്ന പാലങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മോശം ട്രാക്ക് റെക്കോർഡുള്ള ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകരുത് നമ്മുടെ സംസ്ഥാനം എന്ന ഉത്തരവാദിത്തം അവരുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക എന്നതാണ് ഈ നമ്പർ 1 എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പാലം തകർച്ചയിൽ നിന്ന്, ഈ ഗുജറാത്തിലെ പാലം തകർച്ചയിൽ നിന്ന് നിശ്ചയമായിട്ടും മലയാളികൾക്ക്
പഠിക്കാനുണ്ട്. അതായത് കുറ്റം പറയുക മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ താരതമ്യം എന്ന യുക്തി കൂടെ പ്രയോഗിക്കണം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ഒരു പാലം തകർന്നു വീണു, 16 പേർ മരിച്ചു. കാലപ്പഴക്കം കൊണ്ട് ഒരു ആശുപത്രി കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചു. ഒരാഴ്ചക്കിടെയുണ്ടായ 2 ദുരന്ത വാർത്തകളാണ്. ഒന്ന് കേരളത്തിലും രണ്ടാമത്തേത് ഗുജറാത്തിലും. 2 സംഭവത്തിലും അധികൃതരുടെ പൊറുക്കാനാകാത്ത അനാസ്ഥയുണ്ടായി എന്ന് പിന്നീട് വെളിപ്പെട്ടു. ഈ 2 സംഭവങ്ങളെയും ഇരുവിഭാഗം സമൂഹവും മാധ്യമങ്ങളും സംവിധാനങ്ങളും എങ്ങനെ കണ്ടു, പരിഗണിച്ചു, വിലയിരുത്തി, വിമർശിച്ചു എന്ന് നോക്കിയാൽ മതി സമൂഹം എന്ന നിലയിൽ കേരളം നേടിയ വലുപ്പം മനസ്സിലാകാൻ. ഗുജറാത്തിലേതാകട്ടെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നമ്മളത് കണ്ടു. 5 വർഷത്തിനിടെ 1 ഡസനോളം വൻ പാലങ്ങൾ തകർന്നു വീണിട്ടുണ്ട് എന്ന് നമ്മളിപ്പോൾ കണക്കെടുക്കുന്നു. കനത്ത മഴ പെയ്താലോ, പാതയിലൊരു കുഴിയുണ്ടായാലോ, കെട്ടിടം തകർന്നാലോ മനുഷ്യരുടെ ജീവൻ ഒരു വിലയുമില്ലാതെ ഇങ്ങനെ നഷ്ടമാകരുത്. ഉന്നതമായ ആ സാമൂഹ്യമായ ബോധം എല്ലായിടത്തും ഉണ്ടാകട്ടെ, രാജ്യത്തെല്ലായിടത്തും.